ജയ് ഹിന്ദ്. വിരമിച്ച സൈനികൻ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും പ്രത്യേകിച്ച് വിമുക്ത ഭടന്മാരും ആശ്രിതരും കാത്തിരിക്കുന്ന 8ാം ശമ്പള കമ്മീഷനെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഈ വീഡിയോയിൽ. കേന്ദ്ര സർക്കാർ 2025 ജനുവരി 16-ന് 8ാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. തുടർന്ന് 2025 നവംബർ 3-ന് ഇത് സംബന്ധിച്ച ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ച് കമ്മീഷൻ ഔദ്യോഗികമായി രൂപീകരിച്ചു. തുടർന്ന് ചെയർമാനും അംഗങ്ങളും നിയമിക്കപ്പെടുകയും കമ്മീഷൻ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ടേംസ് ഓഫ് റെഫറൻസ് അഥവാ TOR അനുസരിച്ച് കമ്മീഷന് നൽകിയിരിക്കുന്ന പ്രധാന ചുമതലകൾ: 1. ശമ്പള ഘടന പരിശോധിക്കുക. 2. പെൻഷൻ സംവിധാനം വിലയിരുത്തുക. 3. വിവിധ അലവൻസുകൾ പരിശോധിക്കുക. 4. ഭാവിയിൽ ശുപാർശകൾ എന്തൊക്കെയാണെന്ന് സർക്കാരിന് സമർപ്പിക്കുക. 8ാം ശമ്പള കമ്മീഷൻ 18 മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2027 മധ്യത്തോടെ, അതായത് ഏകദേശം 2027 മെയ് ജൂൺ മാസത്തോടെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. 8ാം ശമ്പള കമ്മീഷൻ്റെ ആദ്യഘട്ടത്തിൽ സർക്കാർ ജീവനക്കാരിൽ നിന്നും പെൻഷൻകാരിൽ നിന്നും അഭിപ്രായങ്ങൾ തേടി. അതിനായി 18 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു ചോദ്യാവലിയാണ് നൽകിയത്. ഇതിൽ പ്രധാനമായും 1. നിലവിലെ ശമ്പള ഘടനയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വേണം, അതായത് ജീവനക്കാരുടെ നിലവിലെ ശമ്പള സംവിധാനം മതിയായതാണോ അല്ലെങ്കിൽ പുതിയ ശമ്പള ഘടന വേണോ എന്നതാണ് ചോദ്യം. 2. മിനിമം പേ എങ്ങനെ നിശ്ചയിക്കണം, അതായത് ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം എത്രയായിരിക്കുമെന്നും അത് നിശ്ചയിക്കാൻ എന്ത് മാനദണ്ഡമാണ് സ്വീകരിക്കേണ്ടതെന്നും ആണ് ചോദിച്ചിരിക്കുന്നത്. 3. ഫിറ്റ്മെൻറ്റ് ഫാക്ടർ എങ്ങനെ തീരുമാനിക്കണം, അതായത് നിലവിലെ ബേസിക് പേ എത്ര മടങ്ങ് വർദ്ധിപ്പിക്കണമെന്നും അതെങ്ങനെ കണക്കാക്കണമെന്നും ചോദിച്ചിരിക്കുന്നു. 4. പേ മെട്രിക്സ്, എന്തെല്ലാം മാറ്റങ്ങൾ പേ മെട്രിക്സിൽ വരുത്തണം, അതായത് ഇപ്പോൾ നിലവിലുള്ള പേ മെട്രിക്സ് ലളിതമാക്കണമോ അതോ പുതിയ പേ ലെവൽസ് വേണോ. 5. കരിയർ പ്രോഗ്രഷൻ ആൻഡ് പ്രൊമോഷൻ. 6. പെർഫോമൻസ് ബേസ്ഡ് ഇൻസെൻറ്റീവ്സ്. 7. അലവൻസുകൾ. 8. DA/DR. 9. പെൻഷൻ. 10. ഫാമിലി പെൻഷൻ. 11. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്. 12. മെഡിക്കൽ ഫെസിലിറ്റീസ്. 13. വർക്ക് എൻവയൺമെൻറ്റ്. 14. ട്രെയിനിങ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ്. 15. റിക്രൂട്ട്മെൻറ്റ് ആൻഡ് റിട്ടൻഷൻ. 16. സ്പെഷ്യൽ കാറ്റഗറീസ്. ഇതിൽ പ്രതിരോധ സേനകൾക്കും സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിനുമായി പ്രത്യേകം ശമ്പളം അല്ലെങ്കിൽ അലവൻസസ് അടങ്ങുന്ന ഒരു സംവിധാനം വേണമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 17. മറ്റ് നിർദ്ദേശങ്ങൾ. 18. അധിക അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കുക. ഈ ആദ്യഘട്ടം അവസാനിച്ചതിന് ശേഷം ഇവരുമായി ബന്ധപ്പെട്ട സംഘടനകളിൽ നിന്നും അഭിപ്രായങ്ങൾ തേടി. ഇതായിരുന്നു 2ാം ഘട്ടം. ഇങ്ങനെ ലഭിച്ച അഭിപ്രായങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ സംഘടനകളുമായി ഇപ്പോൾ കമ്മീഷൻ മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജൂലൈ മാസത്തിൽ വെസ്റ്റ് ബംഗാളിലും ഒറീസയിലും അടക്കം കൂടുതൽ കൂടിക്കാഴ്ചകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3ാമത്തെ ഘട്ടമായ ഡാറ്റ കളക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിലെ മിനിസ്ട്രികളിൽ നിന്നും, അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നും വിശദമായ വിവരങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതായത് ഇതിൽ ജീവനക്കാരുടെ എണ്ണം, ഇപ്പോഴുള്ള ശമ്പള ഘടന, ആവശ്യമായ ജീവനക്കാരുടെ എണ്ണം, ഒഴിവുകൾ എത്രയാണ്, റിക്രൂട്ട്മെൻറ്റ് രീതികൾ, പ്രമോഷൻ, വിരമിക്കുന്ന വ്യവസ്ഥകൾ, പെൻഷനായി ആവശ്യമായ തുക, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ചിലവ്, അലവൻസുകളും ലഭിക്കുന്ന സൗകര്യങ്ങളും തുടങ്ങി എല്ലാ വിവരങ്ങളും വിശദാംശങ്ങളും ആവശ്യപ്പെട്ടിരിക്കുന്നു. അതായത് പേ കമ്മീഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടമാണ് 3ാമത്തെ ഘട്ടം. ഇത് പൂർത്തിയാകുന്നതോടെ വിശകലനം ആരംഭിക്കും. അതായത് ലഭിച്ച മെമ്മോറാണ്ടങ്ങളും നിർദ്ദേശങ്ങളും വിശകലനം ചെയ്യും. ആവശ്യമെങ്കിൽ കൂടുതൽ വ്യക്തതയ്ക്കായി തുടർ ചർച്ചകൾ നടത്തും. അതിനുശേഷം ശുപാർശകൾ അടങ്ങിയ അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കും. അതിനുശേഷമാകും കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2027 മെയ് ജൂൺ മാസത്തോടെ നടക്കാനാണ് സാധ്യത. അതിനുശേഷം റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ വിശകലനം ചെയ്ത് ചർച്ചകൾ നടത്തി ഏതൊക്കെ ശുപാർശകൾ അംഗീകരിക്കണമെന്നും വേണ്ടെന്നും തീരുമാനിക്കുകയും പിന്നീട് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം
ലഭിക്കുകയും വേണം. എന്തായാലും 8ാം ശമ്പള കമ്മീഷൻ 2028ഓടെ മുൻകാല പ്രാബല്യത്തിൽ നിലവിൽ വരാനാണ് സാധ്യതകൾ. അതോടൊപ്പം 2 വർഷത്തെ കുടിശ്ശിക അല്ലെങ്കിൽ അരിയേഴ്സും ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.